ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ ആയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായാണ് ഇതിനായി തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. ഇറാനിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരേപോലെ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഈ രാജ്യങ്ങൾ. ഇറാന്റെ നിലവിലെ ഭരണകൂടം ഉയർത്തുന്ന ഭീഷണി ഇല്ലാതാക്കുവാൻ ആണ് ആക്രമണം തുടങ്ങുന്നതെന്നാണ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച രാവിലെ പ്രഖ്യാപിച്ചത്. നിലവിലെ ഖമേനി ഭരണകൂടത്തെ താഴെയിറക്കി ഇറാനിൽ ഇപ്പോൾ അമേരിക്കയുടെ സഹായം തേടിയിരിക്കുന്ന പഴയ രാജകുടുംബത്തിന്റെ പിൻഗാമിയെ ഇറാനിൽ അധികാരത്തിലെത്തിക്കുവാനാണ് അമേരിക്കയുടെ ശ്രമം. 46 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഇറാനിൽ വിപ്ലവ പ്രക്ഷോഭങ്ങളുടെ പുതിയ ഭരണകൂടം ഉണ്ടായത് മുതലാണ് ഇറാനിൽ അമേരിക്ക വിരുദ്ധ നിലപാട് ഉണ്ടായത്. അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമുള്ള പശ്ചിമേഷ്യൻ മേഖലയിൽ ഒരു ശത്രു രാജ്യത്തെ അവിടുത്തെ ഭരണ കൈമാറ്റത്തിലൂടെ അനുകൂലമാക്കുകയും ഇസ്രായേലിന് വെല്ലുവിളിയാകുന്ന ഭീകര സംഘടനകളുടെ നട്ടെല്ലൊടിക്കുവാനുമാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇത് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രവണതയാണ് എന്ന വാദം ഉള്ളതുകൊണ്ട് ചൈനയോ റഷ്യയോ ഈ യുദ്ധത്തിൽ ഇടപെട്ട് ഇറാനെ സഹായിക്കുമെന്ന നറേറ്റീവുകൾ ഉണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് കൈകടത്തില്ല. കാരണം ആ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളെ ബാധിക്കുന്ന ഒരു യുദ്ധമല്ലാത്തത് കൊണ്ട് തന്നെ ചൈനയും റഷ്യയും നിലവിലെ സംഘർഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയേ ഉള്ളൂ. എന്നാൽ GCC രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ മൂലം ഇറാന് എതിരായ വികാരം അവിടങ്ങളിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. ഖത്തർ, UAE, ബഹ്റൈൻ, ദോഹ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ഇറാന് എതിരെ ആക്രമിക്കുവാൻ അവർക്ക് കഴിയുമെന്ന് അവിടുത്തെ ഭരണാധികാരികൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. GCC രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് വ്യോമതാവളങ്ങൾ ഉണ്ടെങ്കിൽ പോലും അമേരിക്കയും ഇസ്രായേലും ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്തിയത് കടലിൽ നിന്നാണ്. കഴിഞ്ഞ ഒരു മാസമായി അമേരിക്കയുടെ 2 പ്രധാന യുദ്ധക്കപ്പലുകൾ അറബിക്കടലിൽ അണിനിരന്നിരുന്നു. ഇതുകൂടാതെ ബാലിസ്റ്റിക് മിസൈലുകൾ പിടുക്കുവാൻ കഴിയുന്ന അത്യാധുനിക അന്തർവാഹിനികളും അമേരിക്കയ്ക്ക് ഉണ്ട്. ഇറാനിലേക്ക് നടത്തിയ പല മിസൈൽ ആക്രമണങ്ങളും ഈ അന്തർവാഹിനികൾ ഉപയോഗിച്ചുള്ളതാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഖമേനി ഭരണകൂടത്തോട് നാളുകളായി ആണവ നിരായുധീകരണം നടത്തുവാൻ അമേരിക്ക ആവശ്യപ്പെടുന്നുണ്ട്. ആണവ ആയുധങ്ങൾ ഇനി നിർമ്മിക്കില്ല എന്നുവരെ അവർ സമ്മതിച്ചു. എന്നാൽ ഇതുവരെ നിർമ്മിച്ച ആണവായുധങ്ങൾ ഇല്ലാതാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം അവർ അംഗീകരിച്ചുമില്ല. സമ്പുഷ്ട യുറേനിയം ഊർജാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുവാൻ കഴിയണമെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ഇറാനിലെ മിസൈലുകളെല്ലാം തകർക്കുമെന്നും ഒരു ആണവായുധവും വികസിപ്പിക്കുവാൻ ഇറാന് ഇനി കഴിയില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്ന് ട്രംപ് ഇന്ന് പുറത്തുവിട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാനിയൻ ഭരണകൂടം ഉയർത്തുന്ന ആണവ ഭീഷണിയെ ഒഴിവാക്കാനാണ് ആക്രമണമെന്നാണ് വിശദീകരിച്ചത്. കൂടാതെ ഇറാനിലെ ജനങ്ങളോട് സർക്കാരിനെ മറിച്ചിടുവാനായി നെതന്യാഹു ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ തന്നെ വ്യക്തമാണ് ഈ ആക്രമണം ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. കഴിഞ്ഞ മാസം ഇറാനിൽ US പിന്തുണയോടെ ഉണ്ടായ വിപ്ലവങ്ങൾ ഒരാഴ്ച പിന്നിടുന്നതിന് മുൻപ് തന്നെ ഇറാനിയൻ ഭരണകൂടം അടിച്ചമർത്തുകയും അതിന് നേതൃത്വം നൽകിയ നേതാവിനെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദം മൂലം ഈ ശിക്ഷ ഒഴിവാക്കി. ഇറാനിലേക്ക് ആക്രമണം നടക്കുന്നത് പോലെ തന്നെ ഇറാൻ വലിയ തോതിൽ പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് തന്നെ വലിയ തോതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ അയച്ചു കഴിഞ്ഞു. എന്നാൽ ഇസ്രായേൽ സർവ്വസജ്ജമായിരുന്നതുകൊണ്ട് തന്നെ അയൺ ഡോം സംവിധാനം ഉപയോഗിച്ച് അവയെ പ്രതിരോധിച്ചു. എന്നാൽ ഇറാൻ GCC രാജ്യങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ ആ രാജ്യങ്ങളെ കൂടി ശത്രുപക്ഷത്തേക്ക് നീക്കുവാൻ മാത്രമേ ഇറാന് ഉപകരിക്കുകയുള്ളൂ. ഏതായാലും നിലവിലെ സംഘർഷം ഖമേനിയുടെ കീഴിലുള്ള ഭരണകൂടത്തെ താഴെയിറക്കുന്നതുവരെ തുടരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ മധ്യപൂർവ്വ ഏഷ്യ വലിയ ഭീതിയിലാണ്. വ്യോമപാതകൾ അടച്ചു, വിമാന സർവീസുകൾ റദ്ദാക്കി, ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ നിലച്ചു, എവിടെയും സ്ഫോടന ശബ്ദങ്ങൾ മാത്രം. നമ്മുടെ മലയാളികൾ വലിയ തോതിൽ ഈ രാജ്യങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള ആശങ്ക വലുതാണ്. എന്നാൽ ഈ സമയം ഇറാന്റെ തലസ്ഥാനം പുക കൊണ്ട് മൂടിയിരിക്കുകയാണ്. തലസ്ഥാനം കൂടാതെ മറ്റു പട്ടണങ്ങളിൽ നിന്നും ആകാശത്തേക്ക് പുകയുയരുന്നുണ്ട്. ഇറാനിയൻ പൗരന്മാരോടായി നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇതാ കൈ അകലത്തിലെത്തിയിരിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. വേഗം തന്നെ നിങ്ങളുടെ സർക്കാരിനെ പിടിച്ചെടുക്കുക എന്നാണ് അവരോട് ട്രംപ് ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള അവസാന ചർച്ചയും നടന്നത്. ഇറാനിലെ ആണവ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ യാതൊരു രീതിയിലും അമേരിക്കയ്ക്ക് അനുകൂലമായ രീതിയിൽ പുരോഗമിക്കാതെ വന്നതോടെ അടുത്ത ആഴ്ചയിലേക്ക് ചർച്ച മാറ്റിവെച്ചിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ അസംതൃപ്തനാണെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ശനിയാഴ്ച രാവിലെ ആക്രമണത്തിന് അനുമതി നൽകി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ഭരണാധികാരം ഇല്ലാതാക്കി അമേരിക്കയ്ക്ക് വിധേയമാകുന്ന ജനാധിപത്യ സർക്കാരിനെ ഇറാനിൽ സ്ഥാപിക്കുക എന്നതാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം. ഇറാനിലെ വലിയൊരു പങ്ക് ജനങ്ങളും ഈ സ്വാതന്ത്ര്യത്തിനായി ആഗ്രഹിക്കുമ്പോൾ ഇറാനിലെ ഭരണകൂടത്തിന്റെ മാറ്റം സാധ്യമാകുമെന്ന് ഈ രാജ്യങ്ങൾ കരുതുന്നു. എന്നാൽ അതിനായി ഖമേനിയുടെ കയ്യിൽ നിന്ന് ഭരണാധികാരം പിടിച്ചെടുക്കേണ്ടതുണ്ട്. ഖമേനി നിലവിൽ ടെഹ്റാനിൽ ഇല്ല എന്നും മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മാറ്റിയെന്നുമാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്.
നിലവിൽ ഇറാനിലെ സൈനിക താവളങ്ങളിലേക്കാണ് അമേരിക്ക ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമീനിയെയും ലക്ഷ്യം വയ്ക്കുന്നതായാണ് അറിയുന്നത്. ഇറാനിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ സമ്മിശ്ര നിലപാടുകളാണ്. ചില ആളുകൾ സർക്കാർ മാറ്റത്തിനായി ആഗ്രഹിക്കുകയും ചില ആളുകൾ നിലവിലെ ആക്രമണങ്ങളിൽ ആശങ്കപ്പെടുകയും ചെയ്യുന്നു. GCC രാജ്യങ്ങളിൽ ഇറാനിൽ നിന്ന് ഏറ്റവും അധികം ആക്രമണം നേരിട്ടത് ബഹ്റൈനാണ്. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിനുമേൽ ഇറാന്റെ മിസൈൽ പതിച്ചു. ബഹ്റൈനിൽ അങ്ങിങ്ങായി സ്ഫോടനങ്ങൾ ഉണ്ടാവുകയും പുക ഉയരുകയും ചെയ്യുന്നുണ്ട്. ദോഹയിലും UAEയിലും കുവൈറ്റിലും ജോർദാനിലും സമാനമായ രീതിയിൽ ഇറാന്റെ ആക്രമണം ഉണ്ടായി. US മിലിറ്ററി ബേസുകളെ ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ പലതും ലക്ഷ്യം തെറ്റി കെട്ടിടങ്ങളിലും ഹൈവേകളിലും പതിച്ചു. വലിയ ഒരു അരക്ഷിതാവസ്ഥയിലേക്കാണ് മധ്യപൂർവ്വ ഏഷ്യ നീങ്ങുന്നത്. ഇത് ലോകവ്യാപകമാകുമോ എന്ന ആശങ്കയും നിലനിൽപ്പുണ്ട്. യാതൊരു രീതിയിലുമുള്ള സമാധാന ചർച്ചകൾക്കുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും എവിടെ ചെന്ന് അവസാനിക്കുമെന്നും ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ അതോ ഇത് ലോകവ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് വഴിവെക്കുമോ എന്നും അറിയില്ല. എത്ര ജീവനുകൾ ഇതുവഴി പൊലിയുമെന്നും എത്ര നാശനഷ്ടങ്ങൾ ഇത് വരുത്തിവെക്കുമെന്നും കണക്ക് കൂട്ടുവാൻ കഴിയില്ല. ഇറാൻ വലിയ നാശനഷ്ടങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ ലോകം ആശങ്കയോടെ മധ്യപൂർവ്വ ഏഷ്യയിലേക്ക് നോക്കുകയാണ്.